back to our science class. Have you completed the notes of the previous chapter, the solar system? Okay, good. Today we are going to study a new chapter in science, chapter 6, Green and Clean Earth. Are you ready? Okay. We all know that the earth is home to plants, animals and human beings. Besides living things, many non-living things are found on the earth. ജീവനുള്ളവ പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് തുടങ്ങിയ ജീവനുള്ളവയല്ലാതെ ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട് ഇവിടെ എർത്തിൽ. ക്യാൻ യു സേ സം എക്സാമ്പിൾസ്? യെസ്, എയർ, വാട്ടർ, mountains, soil, rocks, clouds, etc. Okay? Then let us learn about the importance of trees. Importance of trees. We learned that we have a lot of uses of plants and trees. Can you tell some examples? Yes, plants and trees are useful to us in many ways. They give us fruits, vegetables, medicines, cereals, wood, paper, rubber, etc. അല്ലേ? നമുക്കറിയാം പ്ലാന്റ്സ് ട്രീസും നമുക്ക് പലതരത്തിലുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ അവയെ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് അവ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും തരുന്നുണ്ട്, സെറിയൽസ് തരുന്നുണ്ട്, മെഡിസിൻസ് അതിൽ നിന്നുണ്ടാക്കുന്നുണ്ട്, അതുപോലെ പേപ്പർ, റബ്ബർ, പിന്നെ നമ്മളവയുടെ തടി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ they also give us oxygen to breathe. Their roots hold the soil and prevent it from getting washed away by wind or water. അതുപോലെ നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? യെസ്, നമുക്കറിയാം പ്ലാന്റ്സിൽ നിന്നാണ്. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതുവഴി നമുക്ക് മണ്ണൊലിപ്പ് തടയുന്നു. Then, but nowadays human beings are cutting trees to create more land for increasing population. Also, trees are being cut to meet the demands of increasing population. നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താണ് മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് കൂടുതൽ സ്ഥലങ്ങളൊക്കെ മനുഷ്യർ കയ്യേറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നു? ഈ സസ്യങ്ങളും അല്ലെങ്കിൽ ട്രീസിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, cutting down of trees in large numbers is known as deforestation. So what is deforestation? Deforestation is cutting down of trees in large numbers. Is known as deforestation. So, cutting down of trees in large numbers is known as deforestation. വളരെ കൂടിയ തോതിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീഫോറസ്റ്റേഷൻ. As a result of deforestation, we are losing forest and wildlife. അപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന വഴി നമുക്കുള്ള ഫോറസ്റ്റ്, നമ്മുടെ വനസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അങ്ങനെ എന്തിൻ്റെ കുറവ് വരും? വൈൽഡ് ലൈഫ് കുറവ് വരും. Then, how to save trees? How to save trees? ഇങ്ങനെ മരങ്ങൾ വൻതോതിൽ
പിന്നെ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങിയാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങൾ മരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലതരം ധാന്യങ്ങൾ കിട്ടുന്നുണ്ട്, പിന്നെ പേപ്പർ, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മരങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെടുമ്പോൾ ഇതിവയ്ക്കെല്ലാം കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്? ഈ ട്രീസിനെയൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇവയെ സംരക്ഷിക്കാം? സോ ഫസ്റ്റ് വൺ, we should not cut trees. We should plant more trees than we cut. അപ്പോൾ എന്ത് ചെയ്യരുത്? നമ്മൾ മരങ്ങളൊന്നും തന്നെ വെട്ടി നശിപ്പിക്കരുത്. ഇനി നമുക്ക് ആവശ്യമുള്ള, ഇപ്പം നമുക്ക് ചിലപ്പോൾ വീടുകൾ പണിയാനും അപ്പോൾ ഫർണിച്ചർ പണിയാനും ഒക്കെ നമുക്ക് ചിലപ്പോൾ മരങ്ങൾ വെട്ടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. പക്ഷെ നമ്മൾ മരം വെട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിന് പകരം നമ്മൾ അതിൻ്റെ തൈകൾ അല്ലെങ്കിൽ ചെടികൾ നട്ട് പിടിപ്പിക്കുക. ദെൻ growing trees in large numbers is known as afforestation. So what is afforestation? A-F-F-O-R-E-S-T-A-T-I-O-N. Afforestation. Growing trees in large numbers is known as afforestation. So, growing trees in large numbers is known as afforestation. Then, we should not waste paper. We should use both sides of paper. നമ്മൾ പേപ്പർ വേസ്റ്റ് ചെയ്യരുത്. കാരണം എന്തായിരിക്കും? പേപ്പർ ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിൽ നിന്നുമാണ്. നമ്മൾ ബാമ്പു ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവയൊക്കെ ഉപയോഗിച്ചാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പം പേപ്പർ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ എന്താണ്? നമ്മൾ വീണ്ടും വീണ്ടും പ്ലാന്റ്സ് ആണ് നശിപ്പിക്കേണ്ടി വരുന്നത്. അപ്പം വി ഷുഡ് നോട്ട് വേസ്റ്റ് പേപ്പർ. വി ഷുഡ് അവോയ്ഡ് യൂസിങ് wood as fuel to cook food. Instead, we should use biogas or LPG, that is liquefied petroleum gas for cooking. സാധാരണ പണ്ട് കാലത്തും ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് എന്താണ്? വിറകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിറകിന് വേണ്ടി മരങ്ങളൊക്കെ ഒത്തിരി വെട്ടി നശിപ്പിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബയോഗ്യാസ് അല്ലെങ്കിൽ LPG യൂസ് ചെയ്യുക. ദെൻ Van Mahotsav is celebrated every year in July for 1 week in India. Lakhs of trees are planted all over the country. അപ്പം ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു മഹത്വം മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ വൻ മഹോത്സവ് എന്ന ഒരു പരിപാടി നടത്തപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും അത് ജൂലൈയിലെ ഒരാഴ്ച കാലത്താണ് അത് ആഘോഷിക്കുന്നത്. അപ്പം ആ സമയത്ത് എന്താണ്? ലക്ഷക്കണക്കിന് മരങ്ങളാണ് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുന്നത്. ഓക്കെ. വേൾഡ് എൻവയോൺമെന്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് all over the world on the 5th of June every year. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി വേൾഡ് എൻവയോൺമെന്റ് ഡേ ആഘോഷിക്കുന്നു. നമ്മുടെ സ്കൂളിലും എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് അന്നേരം ചെടികളൊക്കെ കവറിനകത്താക്കി തരുന്നത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. Then let us learn biodegradable and non-biodegradable waste. Biodegradable and non-biodegradable waste. Do you know that a lot of waste is generated from our daily activities? നമുക്കറിയാം, നമ്മുടെ ഓരോ പ്രവൃത്തി, നമ്മുടെ ദൈനംദിന പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇഷ്ടം പോലെ വേസ്റ്റുകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. വേസ്റ്റ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പീൽസ്, പേപ്പർ ആൻഡ് ലെഫ്റ്റ് ഓവർ ഫുഡ് ജനറലി റോട്ട് ആൻഡ് മിക്സ് വിത്ത് സോയിൽ. അപ്പം ഈ വേസ്റ്റിൽ, അതായത് നമ്മുടെ വീട്ടിലുണ്ട്, പിന്നെ കുക്കിങ്ങിനൊക്കെ ശേഷം
നമ്മുടെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൻ്റെയൊക്കെ തൊലികൾ, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ, പിന്നെ പേപ്പറുകൾ, പിന്നെ നമ്മൾ കഴിച്ചതിന് ശേഷം വരുന്ന ഫുഡ് അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ചീഞ്ഞളിഞ്ഞ് മണ്ണിനോട് ചേരും. സോ വേസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ബൈ ദ ബയോളജിക്കൽ വേസ്റ്റ് ഈസ് കോൾഡ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് മണ്ണിനോട് ചേരിപ്പെടുന്ന വേസ്റ്റിന് പറയുന്ന പേരാണ് ബയോഡീഗ്രേഡബിൾ waste. So waste that can be decomposed by the biodegradable waste. Waste that can be decomposed by the biological waste are called biodegradable waste. So waste that can be decomposed by the biological waste are called biodegradable waste. So an example ഏതൊക്കെയായിരിക്കും? Yes, fruits and vegetable peels, paper, food waste, etc. Then waste like plastic bags, bottles, glass and rubber do not rot. They remain in the soil as they are for many years. പക്ഷേ പ്ലാസ്റ്റിക് ബാഗുകൾ, അതുപോലെ ബോട്ടില്, ഗ്ലാസ്, റബ്ബർ, ഇങ്ങനെയുള്ള വേസ്റ്റ് ഇപ്പം നമ്മൾ മണ്ണിൽ എറിഞ്ഞു കളഞ്ഞാലും വർഷങ്ങളോളം തന്നെ അത് മണ്ണിൽ അതുപോലെ തന്നെ കിടക്കും. മണ്ണിലോട്ട് അത് ചീഞ്ഞളിഞ്ഞ് ചേരത്തില്ല. അപ്പോൾ അങ്ങനെ അത് മണ്ണിൽ അതുപോലെ തന്നെ കിടന്നാൽ അത് പല ദോഷവശങ്ങളും നമുക്കുണ്ടാകും. അതായത് ഇപ്പോൾ മഴവെള്ളമൊക്കെ, ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ മണ്ണിൽ കിടന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഉപയോഗശേഷം നമ്മുടെ പറമ്പിലേക്കും മറ്റ് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിഞ്ഞാൽ വർഷങ്ങളോളം അത് ചെയ്യാതെ അത് അതുപോലെ തന്നെ അവിടെ കിടക്കും. അതുവഴി നമ്മുടെ മഴവെള്ളമൊക്കെ മണ്ണിലോട്ട് ഇറങ്ങുന്നതൊക്കെ അത് തടയും. അതുപോലെ തന്നെ ഈ വേസ്റ്റൊക്കെ പിന്നെ പശു അതൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ അത് അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് മരണം വരെ സംഭവിക്കും. സോ വേസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡീകമ്പോസ് that cannot be decomposed by the biological waste is called non-biodegradable waste. Non-biodegradable waste. Waste that cannot be decomposed by the biological waste are called non-biodegradable waste. Waste that cannot be decomposed by the biological waste are called non-biodegradable waste. അപ്പം മണ്ണിനോട് ചീഞ്ഞളിഞ്ഞ് ചേരാത്ത ആ വേസ്റ്റാണ് എന്ത്? നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അപ്പം അതിന് എക്സാമ്പിൾ ഏതാണ്? പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബാഗാണ്, ബോട്ടിലോ എന്താണേലും അങ്ങനെ എക്സെട്ര. ഓക്കെ, ദെൻ ഹൗ ക്യാൻ സേവ് അവർ എൻവയോൺമെൻറ്റ്? അപ്പോൾ ഈ വേസ്റ്റിൽ നിന്നുമൊക്കെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കും? We can help in saving our environment by following the 3 R's. That is reduce, reuse and recycle. So, how can save our environment? We can save our environment by 3 R's. That is reduce,
reuse and recycle. So, നമുക്ക് എന്താന്ന് നോക്കാം ഓരോന്നും. ഫസ്റ്റ് വൺ, reduce. We should buy only those things which we need. We should buy reusable things. അപ്പം റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ വാങ്ങിക്കുക. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അവ വലിച്ചെറിയുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങിക്കാതെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരം വസ്തുക്കൾ വാങ്ങിക്കുക. അപ്പോൾ അതുവഴി നമുക്ക് വേസ്റ്റിൻ്റെ ഉൽപാദനം കുറയ്ക്കാനായിട്ട് സാധിക്കും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, വി ഷുഡ് യൂസ് സ്റ്റീൽ പ്ലേറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്. അപ്പം നമ്മൾ സ്റ്റീൽ പ്ലേറ്റ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയും, അപ്പോൾ വേസ്റ്റ് ആവും. അതേസമയം സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ വീണ്ടും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് മറ്റും പോകുമ്പോൾ അപ്പം നമ്മൾ അതിന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ക്യാരി ബാഗ് കൊണ്ടുപോകണം. അവിടുന്ന് നമുക്ക് പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുവരും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടുന്ന് വരുന്ന പ്ലാസ്റ്റിക് ബാഗ് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി പ്ലാസ്റ്റിക് ബാഗ്സ് ആകും. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എന്ത് കൊണ്ടുപോവുക, ഈ ക്ലോത്ത് ബാഗോ ജൂട്ട് ബാഗോ ഒക്കെ കൊണ്ടുപോവുക. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബാഗുകളുടെ നമ്പർ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് റീയൂസ്. യൂസ് തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ ബിഫോർ ത്രോയിങ് എവേ ആസ് വേസ്റ്റ്. നമ്മൾ ഓരോ വസ്തുക്കളും വീണ്ടും വീണ്ടും ഉപയോഗിക്കുക, അപ്പോൾ വേസ്റ്റിൻ്റെ ഉൽപാദനം കുറയും. ഫോർ എക്സാമ്പിൾ, എംപ്റ്റി ജാർസ് ക്യാൻ ബി യൂസ് ടു സ്റ്റോർ തിങ്സ്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് ജാറുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ആ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ജാറിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമല്ലോ, അത് സാധാ പ്ലാസ്റ്റിക് കുപ്പികളാണെങ്കിൽ അത് ഉപയോഗിച്ചതിന് ശേഷം കളയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിൽ ഉപയോഗിക്കാതെ സ്റ്റീലൊക്കെ കൊണ്ടുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കും. അപ്പം നമുക്ക് വീണ്ടും വീണ്ടും അവ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് റീസൈക്കിൾ. വേസ്റ്റ് ക്യാൻ ബി റീസൈക്കിൾഡ് ടു മേക്ക് ന്യൂ തിങ്സ്. അപ്പം ഈ വേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ വസ്തുക്കൾ ഉപയോഗിച്ച് വീണ്ടും വേറെ വസ്തുക്കൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, പ്ലാസ്റ്റിക് ഐറ്റംസ് ക്യാൻ ബി റീസൈക്കിൾഡ് ടു മേക്ക് ബക്കറ്റ്സ് ആൻഡ് ടബ്സ്. അപ്പം പ്ലാസ്റ്റിക് വസ്തുക്കളെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാതെ അവയുകൊണ്ട് ബക്കറ്റൊക്കെ ഉപയോഗിക്കുക. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പൊട്ടിയൊക്കെ പോകുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ആക്രി പെറുക്കുന്ന അങ്ങനെ ആൾക്കാർ വരാറുണ്ടല്ലോ. അപ്പോൾ അവർ അത് ശേഖരിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരത് കൊണ്ടുപോയിട്ട് എന്താണ്, വേറെ വസ്തുക്കൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Then other rules that should be followed to keep the environment clean are: first one, say no to plastic bags. Throw waste into dustbins. So let us conclude. Today we have learned about trees are useful to us in many ways. Then, due to deforestation, we are losing forest and wildlife. So we should grow more trees. Then, waste are of two types: biodegradable and non-biodegradable waste. Biodegradable waste rot and mix with soil, while non-biodegradable waste do not. Then, reduce, reuse and recycle help in saving our environment. So read the chapter 3 times. Then study the definition of biodegradable and non-biodegradable waste with examples. Okay, thank you. Hello friends, today we'll learn about biodegradable and non-biodegradable waste.
Do not throw the waste here and there, buddy. Always use dustbins. People produce a big amount of waste on a daily basis. Very good, my friend. The waste items include empty cartons, kitchen waste, and so many expendable substances like juice cans, plastic bags, surgical dressings, etc. Many of these substances, like fruit and vegetable peels, can be easily broken down by the activity of decomposers and bacteria, are known as biodegradable substances. Other substances like glass, plastics, metallic cans, medical waste, batteries, and pesticides, which cannot be broken down easily by biological processes, are called the non-biodegradable substances. Let's learn about biodegradable waste first. A biodegradable substance can be defined as a material which can be decomposed by microorganisms or decomposers and not be adding to any type of pollution. These substances can be degraded by natural factors like bacteria, fungi, and abiotic elements like temperature. The whole process is natural, which can be slow or rapid depending on the object. Therefore, the environmental risks and issues caused by biodegradable wastes are low. Some biodegradable wastes are paper waste, dead plants, wood, etc. Now, the non-biodegradable waste. Waste that cannot be decomposed by the biological ways is called the non-biodegradable waste. Most of the inorganic waste like aluminum cans, glasses, and plastics are non-biodegradable. This can be further classified into recyclable and non-recyclable waste. Here's the process of recycling the waste. At first recycling, analysis, collection, transportation, and recovery. Non-biodegradable waste, such as cardboard, metal, and some grocery bags, can be recycled, are called the recyclable waste. Some waste like fiberglass, kitchenware, auto parts, etc., which cannot be recycled, are called the non-recyclable waste. Since non-biodegradable waste are not environmentally friendly, they need to be substituted. Waste is harm for everyone. Guys, here is some simple ways to reduce waste. Try to recycle and reuse. Do not use plastic bags. Use paper, jute, or cloth bags. If you have a bin and some space, you can start a compost that could feed back into the garden. Learn to repair rather than discard things. You're doing great, buddy. Buy a durable and reusable water bottle. Do not use the plastic bottles. Now you know a lot about biodegradable and non-biodegradable wastes. Stay tuned for more videos. Bye-bye.